ഹലോ ഗേൾസ്, ഞാൻ ഇന്ന് പറയാൻ പോണത് ഒരു മേക്കപ്പ് ട്യൂട്ടോറിയൽ അല്ല, ഒരു ഹെയർ സ്ട്രൈറ്റനിങ് വീഡിയോയാണ്. നാട്ടിലെല്ലാവർക്കും പെർമനൻറ്റ് സ്ട്രൈറ്റനിങ്ങും അല്ലെങ്കിൽ ടെമ്പററി സ്ട്രൈറ്റനിങ്ങും ഒക്കെ അറിയായിരിക്കും. പക്ഷേ ഇത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇടുന്നത്. ഞാൻ ഇന്ന് പറയാൻ പോണത് ഒരു ടെമ്പററി ഹെയർ സ്ട്രൈറ്റനിങ് വീഡിയോയാണ്. ഇപ്പോൾ ഇതിനാണെങ്കിൽ നമുക്കിപ്പോൾ ഒരുപാട് സമയമോ അല്ലെങ്കിൽ ഒത്തിരി കെമിക്കൽസോ ഒന്നും ആവശ്യമില്ല. ആവശ്യമുള്ളത് ഒരു സ്ട്രൈറ്റനിങ് മെഷീൻ ആവശ്യമുണ്ട്. പിന്നെ വേണ്ടത് ഒരു നോർമൽ കോമ്പ്, പിന്നെ വേണ്ടത് ഒരു സെറമാണ്. ഈ 3 സാധനങ്ങൾ മാത്രമേ ഇതിനാവശ്യമുള്ളൂ. അപ്പം നമുക്ക് നോക്കാം എങ്ങനെയാണ് ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യുന്നത്. നിങ്ങളുടെ ഇപ്പം ഭയങ്കരമായിട്ട് കേളി ആയിട്ടൊരു ഹെയർ ആണെങ്കിൽ നമുക്ക് ഹെയർ സ്ട്രൈറ്റനിങ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ബാക്ക് പോർഷനിൽ കുറേശ്ശെ ഒരു പോർഷനായിട്ട് എടുത്തിട്ട് ചെയ്യണം. അല്ലാതെ ഇപ്പം ഒത്തിരി അങ്ങനെ കേളൊന്നുമില്ല, ഒരു നോർമൽ ഒരു വേവി ഹെയർ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെത് അധികം ഒരു കേളിയല്ല, കുറച്ചൊരു വേവി ഹെയർ ആണ്. അപ്പോൾ ഞാൻ ഫ്രണ്ടിൽ നിന്നാണ് ചെയ്ത് തുടങ്ങുന്നത്. അപ്പം നമുക്ക് നോക്കാം. ഞാൻ എൻ്റെ ഹെയറിനെ 2 പോർഷനായിട്ട് ഇങ്ങോട്ട് എടുത്തിട്ടുണ്ട്. അതിൽ നിന്നിപ്പോൾ ഞാൻ കുറച്ച് ബാക്ക് സൈഡിലുള്ള കുറച്ച് ഹെയർ എടുക്കുകയാണ്. എന്നിട്ടൊരു ക്ലിപ്പ് ഞാൻ യൂസ് ചെയ്ത് എടുക്കുന്നുണ്ട്. ഇതാണ് മെഷീൻ. ഇതുപോലെ നമുക്ക് ഇതിൽ നിന്ന് കുറേശ്ശെ മുടി എടുത്തിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് ചെയ്തെടുക്കാം. അടുത്ത ഒരു പോർഷൻ ഞാൻ എടുക്കുകയാണ്. ബാക്കിയുള്ളത് ക്ലിപ്പ് ചെയ്തിടുക. അതിന് മെഷീൻ കൊണ്ട് നേരത്തെ ചെയ്ത് അതേപോലെ സ്ട്രെയിറ്റ് ചെയ്യുക. ചെയ്യുമ്പോൾ ഈ മുകളിലത്തെ പോർഷനെ സ്റ്റാർട്ട് ചെയ്യാൻ നോക്കണം, അല്ലെങ്കിൽ ഇവിടെ നല്ല കേളായിട്ടും താഴെ നല്ല സ്ട്രെയിറ്റനായിട്ടും കിടക്കും. അപ്പോൾ അത് ഭയങ്കര ബോറായിരിക്കും കാണുമ്പോൾ. നോക്കാം, നമുക്ക് കാണാൻ പറ്റും ഡിഫറൻസ്. ഇവിടെ നല്ല കേളായിട്ട് കിടക്കുന്നത്, ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുന്നത്. ഇപ്പോൾ ഈ ഒരു സൈഡ് ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ നിങ്ങൾക്ക് നോക്കുമ്പം കാണാം, ഇത് ഫുൾ നന്നായിട്ട് സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. ഈ സൈഡ് നല്ല കേളായിട്ടും കിടക്കുന്നുണ്ട്. ഇതേപോലെ നമുക്ക് ഈ സൈഡ് കൂടി ചെയ്യാം. ഓൾമോസ്റ്റ് ഞാനിപ്പോൾ ഒരു 80% ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ ഫ്രണ്ട് പോർഷൻ ചെയ്യുന്നതാണ്. കാരണം ഇപ്പം നമ്മൾ അറിയാൻ വയ്യാതെ ചെയ്യുകയാണെങ്കിൽ ഒരുമാതിരി ഒരു ബോറാവും. അപ്പോൾ ഞാൻ ഒരു ട്രിക്ക് നിങ്ങൾക്ക് പറഞ്ഞു തരാം. എപ്പോഴും ഈ ഫ്രണ്ട് പോർഷൻ ചെയ്യുമ്പോഴത്തേക്ക് ഫ്രണ്ടിൽ നിന്ന് മുടി ഇങ്ങനെ എടുത്ത് ഇങ്ങനത്തെ ഒരു രീതിയിൽ ചെയ്യുക. അപ്പോഴും കുറച്ച് ഇവിടെ പഫ്നെസ് കിട്ടും, ഫേസിന് അധികം ഒരു ബോറാവത്തതുമില്ല. ഇതുപോലെ എടുത്തിട്ട് ഇങ്ങനെ മുകളിലോട്ട് ചെയ്യുക. ഏറ്റവും ലാസ്റ്റ് ഒന്നും കൂടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യുക, എവിടെയെങ്കിലും ജസ്റ്റ് ഒരു കേൾ ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ട്. ഞാനിപ്പോൾ യൂസ് ചെയ്തേക്കുന്നത് ഫിലിപ്സിൻ്റെ ഹെയർ സ്ട്രൈറ്റനിങ് മെഷീനാണ്. നാട്ടിൽ ഒരുപാട് ബ്രാൻഡുകൾ വാങ്ങിക്കാൻ കിട്ടും, നമുക്ക് ഇഷ്ടമുള്ളത് വാങ്ങിക്കാം. ഞാനിപ്പോൾ ഇത് ഏകദേശം ഒരു 8-10 ഇയേഴ്സായിട്ട് സെയിം ഇത് തന്നെയാണ് യൂസ് ചെയ്യുന്നത്, ഒരു പ്രോബ്ലവും ഇല്ല. ഓക്കെ, അപ്പോൾ ഇത് ഏകദേശം കഴിഞ്ഞു. ഇനി ലാസ്റ്റ് നമുക്ക് സെറം യൂസ് ചെയ്യേണ്ട ആവശ്യം കൂടിയേ ഉള്ളൂ. ഇപ്പം നല്ല കേളി ഹെയർ ഉള്ളവർക്കാണെങ്കിൽ കുറച്ചും കൂടി ഒരു ടൈം എടുക്കും. ഇപ്പോൾ എൻ്റെത് അത്രയും കേളി അല്ലാത്തതുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞത്. എന്നാലും ഇത് നല്ല ഈസിയാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. നെക്സ്റ്റ് നമുക്ക് സെറം യൂസ് ചെയ്യാം. സെറം ഒരു ചെറിയ ഒരു അളവിലെടുത്താൽ മതി. ഇത് നമുക്ക് അധികം ഹെയർ ഭയങ്കര ഫ്രീസ് ആയിട്ടൊന്ന് കിടക്കാൻ വേണ്ടിയിട്ടാണ്. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് വിട്ടാൽ മാത്രം മതി, അധികം തേക്കണ്ട.
ഓക്കെ, അപ്പോൾ ഒരു 5 മിനിറ്റത്തെ കാര്യമേ ഉള്ളൂ ഹെയർ സ്ട്രൈറ്റ് ചെയ്യാനായിട്ട്. നിങ്ങളിപ്പോൾ കണ്ടതാണ്, കുറച്ച് നേരം കൊണ്ടാണ് ഞാനിത് ചെയ്തത്. നിങ്ങൾക്കപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ ദ വീഡിയോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക.